വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശ്യാമയാണെങ്കിൽ അങ്ങ് ആകെ ടെൻഷനാവുന്നുണ്ട്. ശാലിനിയാണ് പൂജ ചെയ്യേണ്ടത്, താൻ ചെയ്താൽ ശരിയാകില്ല എന്നാലോചിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രോഹിത് ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി ശ്യാമയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേടി എന്നും പറഞ്ഞ് രോഹിത് ആകെ അങ്ങ് അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കിയാണ്. അടികൊണ്ട കവിളിൽ ശ്യാമ ഇങ്ങനെ തടവി നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മിക്കവാറും അത് സ്വപ്നമായിരിക്കാനാണ് സാധ്യത. ശ്യാമ ഇങ്ങനെ ശാലിനിയാണ് പിന്നെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പിന്നെ ശാലിനിയാണ് അമ്മ എന്നുള്ള രഹസ്യം അവിടെ തുറന്ന് പറയുമ്പോൾ രോഹിത് അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ശ്യാമയുടെ ഒരു സ്വപ്നമാകാനാണ് അത് സാധ്യത. ആ സ്വപ്നം തന്നെയാണ്. അതിനുശേഷം കാണിക്കുന്നത് പൂജയ്ക്ക് വേണ്ടി സത്യഭാമയും എല്ലാവരും കൂടി പിറ്റേന്ന് ഇങ്ങനെ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ആ സമയത്ത് തന്നെ അപ്പോൾ അതിനു മുന്നേ ശ്യാമ ചിലപ്പോൾ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ടാകണം, അത് കാണിക്കുന്നില്ല. പിന്നെ ശാലിനിയാണെങ്കിൽ സത്യയും കൂട്ടി അമ്പലത്തിലേക്ക് വരുമ്പോൾ ഈ പപ്പി കാണുന്നുണ്ട്. അന്നേരം ഹായ് സത്യ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഈ കുട്ടികൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ പിന്നെ ബാക്കി എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ അങ്ങോട്ട് മുഖം തിരിച്ച് നിൽക്കുകയാണ്. ശാലിനിയെ കാണുമ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ആകെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. വിഷ്ണു സത്യയും ശാലിനിയും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഈ സത്യയാണെങ്കിൽ വേറൊരു അമ്പലത്തിൻ്റെ മറുവശത്ത് ഒരു ഉപദൈവങ്ങളുടെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഭഗവാനെ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, അച്ഛനെ എനിക്ക് കാണിച്ചു തരണേ എന്നിങ്ങനെ കുട്ടി കണ്ണടച്ചിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം അത് കേട്ടുകൊണ്ട് വിഷ്ണു ഇങ്ങനെ പുറകുവശത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനാകെ സങ്കടമൊക്കെ വരുന്നുണ്ട് കുഞ്ഞിൻ്റെ ആ ഒരു പ്രാർത്ഥനയിൽ. അന്നേരം വിഷ്ണു അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ റീമേക്കിലാണെങ്കിൽ ഈ കുഞ്ഞിനെ സമാധാനപ്പെടുത്തുകയാണ് വിഷ്ണു ചെയ്യുന്നത്. അന്നേരം നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ തന്നെ മോളുടെ അച്ഛനെ കൊണ്ടുവന്ന് തരും എന്നുള്ളത് വിഷ്ണു ഇവിടെ കുട്ടിയോട് പറയുകയും കുട്ടി അതനുസരിച്ച് എന്തോ ഒരു പൂജയൊക്കെ അവിടെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ അമ്പലത്തിൻ്റെ മറുവശത്ത് വെച്ച് പിന്നെ ശ്യാമയാണെങ്കിൽ ശാലിനിയെ കാണുന്നുണ്ട്. അന്നേരം ശ്യാമ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ശാലിനിയോട് പറയുകയാണ്. അന്നേരം ജ്യോത്സ്യം വന്ന് പ്രവചിച്ചതും ആ കാര്യങ്ങളൊക്കെ അമ്മയാണ് പൂജ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങളെല്ലാം പുറത്താകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ശ്യാമയ്ക്ക് അങ്ങ് സങ്കടവും ഇതൊക്കെ വരികയാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ശ്യാമ അതൊന്നും ചിന്തിക്കുന്നില്ല. അന്നേരം ശാലിനി വഴക്ക് പറയുകയാണ്, കുഞ്ഞിൻ്റെ അമ്മ എന്നും നീ തന്നെയാണ്, അന്നും നീ തന്നെയാണ്, ഇന്നും നീ തന്നെയാണ്, കേട്ടോ, നീ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി വഴക്ക് പറയുന്ന രൂപത്തിൽ ശ്യാമയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് ശാലിനി പൂജ ചെയ്തോളാം എന്നവിടെ ശ്യാമയ്ക്ക് വാക്ക് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പൂജ ചെയ്യുന്നതിനടുത്തേക്ക് തിരുമേനിയുടെ അടുത്തേക്ക് എല്ലാവരും ചെല്ലുന്നുണ്ട്. പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് തിരുമേനി അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. വിഷ്ണുവിനും സത്യഭാമയ്ക്കും രോഹിത്തിനും എല്ലാവരും ശ്യാമയോടുമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്യാമ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ആ മറുവശത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ സമയത്ത് അമ്പലത്തിലാണെങ്കിൽ സുസ്മിത എത്തുന്നുണ്ട്. സുസ്മിതയാണെങ്കിൽ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള വരവാണല്ലോ. അന്നേരം ഈ പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ സുസ്മിത അവിടെ അറിയുന്നുണ്ട്. അന്നേരം സുസ്മിത മനസ്സിൽ തീരുമാനിക്കുകയാണ് ശാലിനി അവിടെ പൂജ ചെയ്യരുത്, അപ്പോൾ പപ്പിയുടെ ജീവൻ അപകടത്തിലാവും, അതിനു വേണ്ടി എന്തെങ്കിലും പണി നോക്കണം എന്നുള്ള സുസ്മിതയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം വേറൊരു നമ്പർ റീമേക്കിൽ അങ്ങനെയാണ്, വേറൊരു സിം ഉപയോഗിച്ച് ശാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സുസ്മിതയാണെന്നല്ലാതെ വേറൊരു സ്ത്രീയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പപ്പിയുടെയും സത്യയുടെയും രഹസ്യമൊക്കെ അറിയാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ പൂജയിൽ ശാലിനി പങ്കെടുത്താൽ സത്യഭാമയോട് നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ പറയും എന്നുള്ളൊരു ഭീഷണിയാണ് അവിടെ ചെയ്യുന്നത്. അന്നേരം അവിടെ ശാലിനി അങ്ങ് ആകെ ടെൻഷനാവുകയാണ് ചെയ്യുന്നത്. ശാലിനി ആ നമ്പർ വിളിച്ച് ആളിനെ കണ്ടെത്താനുള്ളൊരു ശ്രമമൊക്കെ നടത്തും, പക്ഷേ അതൊന്നും അത് കിട്ടില്ല. പക്ഷേ പിന്നീട് പിന്നെ ശാലിനി തന്നെ ആ പൂജ അങ്ങ് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ സുസ്മിതയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. തുടർന്ന് അതിന് മുന്നേ സുസ്മിത ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഈ കാര്യം സത്യഭാമ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ കുറ്റിച്ചൂല് കൊണ്ട് നിന്നെ അടിച്ച് പുറത്തിറക്കിയിട്ട് പിന്നെ ചാണകവെള്ളം തളിച്ച് അവിടെ ശുദ്ധിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ശാലിനി ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. അതിനുശേഷം ഈ സത്യഭാമയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്ന കാണിക്കുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ഭാമ നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. റീമേക്കിൽ ഈ ശാലിനിയെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് സുസ്മിത മനഃപൂർവ്വം സത്യഭാമയുടെ ഫോണിലേക്ക് വിളിക്കും. എന്നിട്ട് ചോദിക്കും കളക്ടർ മാഡം ഉണ്ടോ, ഒന്ന് കൊടുക്കുമെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴാണ് സത്യഭാമയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നത്. അന്നേരം അവളുടെ ഫോണിൽ വിളിച്ചുകൂടെ ചോദിക്കുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല എന്നവിടെ പറയും. തുടർന്ന് പപ്പിയെ കൊണ്ടോ സത്യയെ കൊണ്ടോ തന്നെ
ആ ഫോൺ ശാലിനിക്ക് കൊടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ശാലിനി സംസാരിക്കുമ്പോൾ ശാലിനി വീണ്ടും ടെൻഷനാവും. അന്നേരം ഞാനിത് പറയും, ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടി അവിടെ ശാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ ഒരു സീനൊക്കെയാണ് വരുന്നത്. പക്ഷേ അവിടെ പൂജ വിജയകരമായിട്ട് ശാലിനി തന്നെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സുസ്മിതയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് സത്യഭാമ അറിയത്തുമില്ല. ഇവിടെ പ്രാർത്ഥിക്കണം എന്നുള്ളതല്ലേ, റീമേക്കിൽ എന്തോ തട്ടം കൈമാറണം എന്നുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ ശ്യാമ ഇങ്ങനെ ബോധം കെടാനായിട്ട് പോകുമ്പോൾ ശാലിനി തന്നെ അത് വാങ്ങിച്ച് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ പ്രാർത്ഥിക്കണം എന്നുള്ളത് മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ അതൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള സീനുകളിലാണ് വരുന്നത് ഈ സത്യമാണെങ്കിൽ അച്ഛനെ കാണണം എന്നുള്ളത് അവിടെ നിരന്തരമായിട്ട് വാശി പിടിക്കും. ഇങ്ങനെ വിഷ്ണു പറഞ്ഞു കൊടുത്ത പൂജ അനുസരിച്ച് ചെയ്തതിന് ശേഷം അച്ഛൻ വരും എന്നുള്ള ഒരു വിശ്വാസമൊക്കെയാണ് അവിടെ ഈ കുട്ടിക്ക് വരുന്നത്. അന്നേരം അച്ഛനെ കാത്തിരിക്കുകയും ചെയ്യും, ഭക്ഷണം ഒന്നും കഴിക്കാതെ കാത്തിരിക്കും, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ വ്യത്യാസം, ക്ഷീണമൊക്കെ വരും. തുടർന്ന് ശ്യാമ പറഞ്ഞ് വിഷ്ണു ഇത് അറിയുകയൊക്കെ ചെയ്യും. തുടർന്ന് വിഷ്ണു പിന്നെ ഈ ശാലിനിയും സത്യയും കൂട്ടി വാടക വീട്ടിലേക്ക് മാറി താമസിക്കാമെന്നുള്ളൊരു തീരുമാനമൊക്കെ അവിടെ എടുക്കും. അതൊക്കെ ഇനി വരും എപ്പിസോഡുകളാണ്, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു. ഇത്രയുമാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ ആ സീനുകൾ വെച്ചുള്ള വിശേഷങ്ങൾ. ഓക്കെ.